ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ രാവിലെ എങ്ങനെയാണ് പണികളൊക്കെ ഒതുക്കി വെക്കാറ് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മിക്ക കമൻറ്റിലും കണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ എങ്ങനെ ജോലികളൊക്കെ പെട്ടെന്ന് ഒരുക്കുന്നേ. കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു 9 മണി 9:30 ആ ഒരു ടൈമിലേക്ക് വീട്ടിലും പുറത്തുള്ള എല്ലാ ജോലികളും പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നതെന്ന് എങ്ങനെയാണെന്നൊന്ന് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓൾ എനേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. രാവിലെ ഞാൻ ഒരു 6 മണിയൊക്കെ ആകുമ്പം കിച്ചണിലോട്ടേക്ക് പോകും കേട്ടോ. പിന്നെ അവിടെ കുറച്ച് കുട്ടികൾക്ക് വെള്ളം ചൂടാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ മുറ്റത്തിറങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം മുറ്റത്തിറങ്ങലാണ്. അപ്പോൾ ഇന്ന് മഴ കുറച്ച് തോർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അടിച്ചു വരാമെന്ന്. അപ്പോൾ കുറേ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ എൻ്റെ പണി ഒന്നെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയായിരിക്കും, ഇല്ലെങ്കിൽ ഇതുപോലെ മുറ്റടിക്കലായിരിക്കും. അപ്പോൾ മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 6:30 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ നേരം ഞാൻ മുറ്റത്തുണ്ടായിരുന്നു. അപ്പോൾ 6:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ചെറിയ 2 കുട്ടികൾക്ക് വാൻ വരുമ്പം 7:30 മണിയാവും കേട്ടോ. അപ്പോൾ ഞാൻ അവരെ എണീപ്പിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവരവിടെ ജസ്റ്റ് ഒന്ന് അവിടെ സോഫയിൽ കിടന്നിട്ടുണ്ടാവും. അപ്പോൾ വേഗം പോയിട്ട് അവരെ ഒന്ന് എണീപ്പിച്ചതിന് ശേഷം അവരെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ വേഗം കിച്ചണിലോട്ടേക്ക് ചെല്ലട്ടെ. മക്കളെ എണീപ്പിച്ച് വേഗം ഞാൻ ബാത്റൂമിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ കിച്ചണിലെ പരിപാടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ രാവിലത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ രാത്രിയിൽ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് അതിനെ ഞാൻ അതൊരു സ്ഥാനത്തൊന്ന് എടുത്തു വെക്കും. രാവിലെ കിച്ചണിലേക്ക് വന്നാലുള്ള ഡ്യൂട്ടിയാണ് ഇത്. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പത്തിരിക്ക് രാത്രിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ ചിക്കൻ കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടെങ്കിൽ മക്കൾക്ക് പിന്നെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. ചിക്കൻ കറി എന്ന് വെച്ചാൽ അത് രാത്രിയിലായാലും കഴിക്കും. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉച്ചക്കിലേക്കുള്ള കറിക്കുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക, ഐസ് അലിയട്ടെ. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് അരി കഴുകി വെക്കണം കേട്ടോ ചോറിന് വേണ്ടിയിട്ട്. ഉച്ചക്കിലേക്കുള്ള ചോറിൻ്റെ പണി ഞാൻ രാവിലെ തന്നെ റെഡിയാക്കിയെടുക്കും. അപ്പോൾ ചോറൊന്ന് അരി കഴുകിയിട്ട് അടുപ്പത്ത് വെക്കട്ടെ. പിന്നെ ഇന്ന് കുട്ടികൾക്ക് ടിഫിനിലേക്ക് വേണ്ടിയിട്ട് പത്തിരി തന്നെയാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ രാത്രിയിൽ ഞാൻ ചോറ് ഇങ്ങനെ ഇറക്കി വെക്കും കേട്ടോ. ഇപ്പോൾ രാവിലെ ചോറ് കൊടുക്കുന്നുണ്ടെങ്കിൽ ടിഫിനിൽ, അപ്പോൾ ഇന്ന് പത്തിരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം ചോറ് വെച്ചതാണ് കേട്ടോ. ഇല്ലെങ്കിൽ രാത്രിയിൽ ഇറക്കി വെച്ചാൽ രാവിലെ അത് ഞാൻ തിളപ്പിച്ചിട്ട് ഊറ്റും കേട്ടോ. അങ്ങനെയാണ്. എന്നിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ടിഫിനിലേക്ക് റെഡിയാക്കിയെടുക്കും. അപ്പോൾ ഇന്ന് ഇത് ഉച്ചക്കിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് വെക്കുന്നുള്ളത്. രാത്രിയിൽ ഇറക്കി വെക്കുന്നുണ്ടെങ്കിലും ഉച്ചക്കിലേക്കും കൂടിയിട്ടാണ് ഞാൻ രാത്രിയിൽ തന്നെ ഇറക്കി വെക്കാറ് കേട്ടോ. രണ്ടാമതൊരു ചോറ് വെക്കാറില്ല. രാവിലെ തിളപ്പിച്ച് ഊറ്റിയാൽ അത് ഉച്ചക്കിലേക്കും റെഡിയാവും. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഊറ്റാലോന്ന് വെച്ചിട്ട് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് മാറ്റലാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ ചോളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ബാക്കിയുള്ളത് ബാലൻസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഊറ്റാണ്. പിന്നെ ഇത് രാത്രിയിലത്തെ ചിക്കൻ കറിയാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് രാത്രിയിൽ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അത് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് വേഗം തന്നെ പത്തിരി ചുട്ടെടുക്കാം. അപ്പോൾ കാസറോളൊന്ന് പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ പത്തിരി ചുടുമ്പം എപ്പോഴും പത്തിരി പലകയുടെ അടിയിലായിട്ട് ഞാൻ ഇതുപോലെ തുണി വിരിച്ചിടും കേട്ടോ. അപ്പോൾ അത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്തിനാ അങ്ങനെ ഇടുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെ വിരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പലക വെച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് സ്ലിപ്പായി പോകുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കൈ നമ്മളിങ്ങനെ വെക്കുമ്പം അതിൻ്റെ ഇതിലേക്ക് മുട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സൗണ്ട് വരും. അപ്പോൾ അതിന് വേണ്ടി കൂടിയിട്ടാണ് തുണി വെച്ച് കൊടുക്കുന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ചോറൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ 1 മണിക്കൂർ അതിനുള്ളിൽ തന്നെ നമുക്ക് ചോറ് റെഡിയായി കിട്ടും. അപ്പോൾ മക്കളുടെ ടിഫിനൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഓരോന്ന് ചുട്ടെടുത്തതിന് ശേഷം ടിഫിനിലേക്കും ആക്കാം, കുട്ടികൾക്കും കൊടുക്കാം. അത് കഴിഞ്ഞ് മക്കളെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ കുളിക്കാനുള്ള വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പത്തിരി എന്താ പറയുക കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചുട്ടെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മക്കൾ എണീക്കുന്ന ഉടനെ ഞാൻ പെട്ടെന്ന് പോയിട്ട് എല്ലാ റൂമും ഒന്ന് വിരിച്ചെടുക്കും കേട്ടോ. എല്ലാ കുട്ടികളും എണീറ്റ ഉടനെ തന്നെ ഞാൻ എല്ലാ ബെഡ്ഷീറ്റും നന്നായിട്ടൊന്ന് വിരിച്ചെടുക്കും. അവർ പോകാനൊന്നും കാക്കില്ല. അവർ വേറെ ഞാൻ അവർക്ക് ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്ത ആ ഒരു ടൈമിൽ ഞാൻ ബാക്കിയുള്ള കുറച്ച് വീട്ടിലെ ജോലികളൊന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് അവർ റെഡിയാക്കും. അവർ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട്. വലിയ കുട്ടികളൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ഞാൻ എല്ലാ റൂമും ഒന്ന് പെട്ടെന്ന് തന്നെ വിരിച്ചു വരും. അപ്പോൾ നമ്മുടെ എന്താ പറയുക ബെഡും കാര്യങ്ങളും വിരിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ ഇപ്പോൾ 7:30 മണിയൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ വേഗം തന്നെ കുട്ടികളുടെ ടിഫിനും കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്കിലാക്കണം. പിന്നെ അവരെ ഒന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് തലയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ സമയം 8 മണി. 3 കുട്ടികളും പോയിട്ടുണ്ട് കേട്ടോ. 4-മത്തവൾക്ക് കുറച്ച് വൈകിയാണ് വാൻ വരുന്നുള്ളത്. അപ്പോൾ അവൾ വെയിറ്റ് ആക്കുന്നുണ്ട് കേട്ടോ വാനിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനിടയിൽ തന്നെ വേഗം കുറച്ച് മാറാലൊക്കെ ഉണ്ടായത് തട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും തട്ടിക്കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊടുത്തുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കൂടുതൽ മാറാലൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ പണി എനിക്ക് ഡെയിലി ഉള്ളതല്ല, എപ്പോഴെങ്കിലും ഒന്ന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ പെട്ടെന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്നൊന്ന് അടിച്ച് വാരണം. അടിച്ച് വാരുന്നതിന് ഇടയിൽ തന്നെ ഞാൻ തുണികളൊക്കെ ഒന്ന് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആറിയിട്ടിട്ട് വന്നതാണ്. അപ്പോൾ അടിച്ച് വാരിയതിന് ശേഷം തുടച്ചതിന് ശേഷം ഉച്ചക്കിലേക്കുള്ള കറിയൊന്ന് റെഡിയാക്കി എടുക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുള്ള് ജോലികളും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കറി വെക്കലും തുടക്കലും അടിക്കലും മൊത്തം കഴിയുമ്പം സമയം 10 മണി. പിന്നെ ഞാൻ ചായ കുടിക്കും. പിന്നെ ഇവിടെ വയസ്സായ ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മാനെ കുളിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞാനും കുളിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ എന്താ പറയുക ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നുള്ളത്. ഒരു ദിവസം ഞാൻ ഇങ്ങനെയാണ് വീട് വൃത്തിയാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, കമൻ്റ് ആക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.